ഹായ് എവരിവൺ. ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കുള്ള 2026 നോട്ടിഫിക്കേഷൻ SSCG 2026 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ എക്സാമിനേഷൻ 3 സ്റ്റേജ് ആയിട്ടായിരിക്കും നടക്കുക. ഒന്നാമത്തെ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, തിയറി എക്സാം ആണ്. അത് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പ്ലസ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഈ രണ്ട് സ്റ്റേജും പാസ്സായി കഴിയുകയാണെങ്കിൽ മൂന്നാം സ്റ്റേജ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ പ്ലസ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ്. ഈ 3 സ്റ്റേജ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 60 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആണ്. നമുക്ക് ടോട്ടൽ ഉള്ള ചോദ്യം 80 ചോദ്യമാണ്. അതായത് ഒരു ചോദ്യത്തിന് നമുക്ക് 45 സെക്കൻഡ് മാത്രമായിരിക്കും ലഭിക്കുക. 4 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടോപ്പിക് റീസണിംഗ് ആണ്, രണ്ടാമത്തെ ടോപ്പിക് GK ആണ്, മൂന്നാമത്തെ ടോപ്പിക് മാത്സ് ആണ്, നാലാമത്തെ ടോപ്പിക് ഇംഗ്ലീഷ് ആണ്. ഓരോ ടോപ്പിക്കിൽ നിന്നും 20 ചോദ്യം വീതം ഉണ്ടാവും. ടോട്ടൽ 80 ചോദ്യമായിരിക്കും ഉണ്ടാവുക. ടോട്ടൽ മാർക്ക് 160. ഇനി നിങ്ങൾ ഒരു ചോദ്യം ശരിയാക്കിയാൽ 2 മാർക്ക് ലഭിക്കുമെങ്കിൽ, നിങ്ങൾ ഒരു ചോദ്യം തെറ്റുവരുത്തുകയാണെങ്കിൽ 1/4 മാർക്ക് 0.25 മാർക്സ് നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും. നിങ്ങൾ ഒന്നാമത്തെ ഘട്ടമായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതിൽ ഓട്ടമാണ് ഉള്ളത്. ആൺകുട്ടികൾക്ക് 5 കിലോമീറ്റർ ആണ് ഓടാനുള്ളത്. ഓടേണ്ട സമയം 24 മിനിറ്റിനുള്ളിൽ ഓടണം. പെൺകുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ 1.6, അതായത് 1.6 കിലോമീറ്റർ 1600 മീറ്റർ അവർ ഓടുന്നത് 8.5 മിനിറ്റ് കൊണ്ടാണ് ഓടേണ്ടത്. മൂന്നാമത്തെ ഘട്ടമായിട്ട് വരുന്ന മെഡിക്കൽ എക്സാമിനേഷൻ പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതായിരിക്കും മൂന്നാമത്തെ ഘട്ടം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻ.